ഇന്നലെ വാർത്തയിലുടനീളം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇടുക്കി അടിമാലിയിലെ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഓരോ ദുരന്തം കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ മുറിവ് എത്രത്തോളം വലുതാണെന്ന് ഓരോ ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇത് ആ റിപ്പോർട്ടാണ്. അടിമാലിയിലെ മണ്ണിടിച്ചിലിൽ പൊലിഞ്ഞത് ഒരു മനുഷ്യജീവൻ മാത്രമല്ല, കുമ്മൻപാറയിൽ ഒരുപാട് പേരുടെ ജീവിതം കൂടിയാണ്. 10-ലധികം പേർക്കാണ് കിടപ്പാടം നഷ്ടമായത്. അവശേഷിക്കുന്നവരാകട്ടെ വലിയ ഭീതിയിലും. ബിജുവിന്റെ മരണത്തിന് വഴിയൊരുക്കിയത് ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങളാണെന്ന ആരോപണത്തിനിടയിലും ഇനി എങ്ങോട്ടെന്നറിയാതെ കഴിയുകയാണ് ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ. ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസിന്റെ റിപ്പോർട്ടാണ്. അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിൽ ഒരുപാട് പേരുടെ പ്രതീക്ഷകളാണ് തകർത്തത്. ഒരായുസുകൊണ്ട് കെട്ടിപ്പൊക്കിയ വീട്, സുരക്ഷിതമായി ഇന്നലെ വരെ കഴിഞ്ഞ ഇടം, അതൊന്നും ഇന്നില്ലാതായ കാഴ്ച. തകർന്ന വീടിൻ്റെ മുന്നിൽ സഹായം തേടിയുള്ള ആ ഒരു നിസ്സഹായാവസ്ഥയോടുകൂടിയുള്ള നിൽപ്പ്. എന്തായാലും അതുപോലുള്ള ഒരുപാട് പേരുടെ പ്രതീകമാണ് സിജുചേട്ടൻ. എൻ്റെ അമ്മയും സഹോദരിയും, വീലാംഗയ ഒരു സഹോദരിയും, എനിക്കൊരു കുട്ടിയാണുള്ളത്, വൈഫും. അവളുടെ അമ്മയ്ക്ക് അസുഖമായിട്ട് ബസൂലീസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു അവൾ. ഇന്നലെ അവൾ ഒരു ഉച്ചയോട് കൂടിയാണ് തിരിച്ചെത്തിയത്. കൂലിപ്പണി ചെയ്ത് ഞാൻ കെട്ടിടം പണിക്ക് പോകുമായിരുന്നു, വാർക്കപ്പണിക്ക് പോയി. പിന്നെ ലോണും എടുത്ത് അന്ന് ഇവരൊന്നും ഇത്തരം പണി ചെയ്യാനൊന്നും പ്രായമായില്ല. അങ്ങനെ കൂലിപ്പണി ചെയ്ത് ബാങ്കിൽ നിന്ന് കടം എടുത്ത് ഹൗസിംഗ് ബോർഡിൽ നിന്ന് പൈസ എടുത്ത് പഞ്ചായത്തിൽ നിന്ന് 22 രൂപ ലോണും തന്ന് ഞാനിത് പണിയാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ രീതിയിൽ ഇങ്ങനെ പണിയുമ്പോൾ മോൾക്ക് കയറി ഇറങ്ങി നടക്കാൻ പറ്റാതെ വന്നു, ആദ്യത്തെ താഴത്തെ. അപ്പോൾ അതിന് മുകളിലേക്ക് ഇങ്ങനെ പണിയാൻ നോക്കി. അത് അടി ചില ബലത്തിന് പണിതിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഇത്രയും റോഡ് സൈഡൊക്കെ ആവുകൊണ്ട് അങ്ങനെ താമസമാക്കി. മോള് പിന്നെ എന്നും ചികിത്സ ഉണ്ടായിരുന്നു, കാലിൽ മേലാത്തതുകൊണ്ട്. ഞാൻ സ്കൂൾ വിട്ട് വന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പത്തേനും മാറിക്കോളാൻ പറഞ്ഞു. പിന്നെ അവർ നിൽക്കാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. എൻ്റെ ബുക്കും യൂണിഫോമും എല്ലാം അതിൻ്റെ ഉള്ളിലാണ്. ആക്കി ഒന്ന് എടുത്തതിനും പിന്നെ പട്ടിക്കുഞ്ഞും ആടും ഒക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൻ്റെ അടിയിലും നല്ലല്ല ഞങ്ങൾ പട്ടീനെ കിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ജീവനോടെ ഉണ്ടെന്നാണ് പ്രതീക്ഷ. ഞങ്ങളെയൊക്കെ ഒന്ന് എടുത്ത് തരാൻ നോക്കുമായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു വീടും വേണം. ഈ ദുരന്ത സാധ്യതയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് മാറാൻ പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു സാഹചര്യമാണ് വീട്ടുകാർക്ക് ഉള്ളത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ ഒരു കൈപിടിച്ച് കയറ്റാൻ ആരുടെയെങ്കിലും സഹായം അനിവാര്യമാണ്. സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് രാഹുൽ ബിജുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.